കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ ഫീഡിങ് ചെയ്യാത്ത പാരൻസ് ഇപ്പോൾ വളരെ കുറവായിരിക്കും അല്ലേ? പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ബോട്ടിലിൽ പാല് കൊടുക്കുന്നത് ഇപ്പോഴും സേഫാണോ? 3 കാരണങ്ങളാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തത് കുഞ്ഞുങ്ങൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അതായത് മുലയൂട്ടുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ കൺസിസ്റ്റൻസിയും ഈ ഒരു ബോട്ടിലിൻ്റെ നിപ്പിളിൻ്റെ കൺസിസ്റ്റൻസിയും തമ്മിൽ കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കുഞ്ഞുങ്ങൾ പിന്നെ കൂടുതലായിട്ട് ബോട്ടിൽ മാത്രമായിട്ട് പ്രിഫർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പതിയെ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ അടുക്കാണ്ടാവും, തീരെ കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ സ്ലോലി നമ്മളുടെ ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞു വരും അല്ലേ? നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾ എന്തോരം സക്ക് ചെയ്യുന്നു അത്രയായിരിക്കും നമ്മുടെ പാല് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നത് കുറയുവാണെങ്കിലും മുലപ്പാൽ വരുന്നതും അതുപോലെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പതിയെ അമ്മയ്ക്ക് തീരെ മുലപ്പാൽ വരാണ്ടാകും. പിന്നെ നമ്മൾ നമ്മൾ ബോട്ടിൽ ഫീഡിങ്ങിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇനി രണ്ടാമത്തത്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ബോട്ടിൽ ഫീഡിംഗ് എന്ന് പറയുന്നത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് ഫീഡിങ്ങിനേക്കാളും കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ്സിങ്ങാണ്. അതായത് കുഞ്ഞിന് അവിടെ എനർജി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ബോട്ടിലിൽ പിടിച്ചിട്ട് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള പാല് കുഞ്ഞിൻ്റെ വായിലോട്ട് ചെന്നോളും. പക്ഷേ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. കുഞ്ഞ് അമ്മയുടെ നിപ്പിളിൽ നല്ല രീതിയിൽ സക്ക് ചെയ്ത് പ്രഷർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് വലിച്ചാൽ മാത്രമേ മുലയിൽ നിന്ന് പാല് വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വലിക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ഫേഷ്യൽ മസിൽസ്, കുഞ്ഞിൻ്റെ ഓറൽ മസിൽസിനൊക്കെ നല്ല രീതിയിലുള്ളൊരു എക്സർസൈസാണ് അല്ലേ അത്. കുഞ്ഞ് നല്ല രീതിയിൽ ഒരു എനർജി അവിടെ കൊടുത്താൽ മാത്രമേ കുഞ്ഞിന് ആ പാല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു എനർജിയും കൊടുക്കാണ്ട് ഇങ്ങനെ ബോട്ടിലിൽ നിന്ന് തന്നെ കുഞ്ഞിന് ഫീഡ് കിട്ടുന്നത് കൊണ്ട് കുഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ബോട്ടിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പാല് തീരെ വലിക്കുന്നതിനുള്ളൊരു കപ്പാസിറ്റി കുഞ്ഞിന് കുറയും. കുഞ്ഞിൻ്റെ ഫേഷ്യൽ മസിൽസിനൊക്കെ എപ്പോഴും നല്ലത് കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഫേഷ്യൽ മസിൽസിനൊന്നും, പിന്നെ കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നൊരു കുഞ്ഞിൻ്റെ ഫേഷ്യൽ മസിൽസിനൊന്നും ഉണ്ടാകുന്ന ബലം ബോട്ടിൽ ഫീഡ് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. സോ കുഞ്ഞുങ്ങൾ പതിയെ ലേസി ആയിട്ട് തുടങ്ങും അല്ലേ? കുഞ്ഞുങ്ങൾ മോർ ഓഫ് ബോട്ടിൽ ഫീഡ് കൊടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ പാല് കുടിക്കൂ എന്നുള്ളൊരവസ്ഥ വരും. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകി, എത്രയൊക്കെ നമ്മൾ വീട്ടിൽ സ്റ്റെറിലൈസേഷനൊക്കെ ട്രൈ ചെയ്തെന്ന് പറഞ്ഞാലും, ബോട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മിൽക്കല്ലേ നമ്മളതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മിൽക്ക് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ നല്ലൊരു മീഡിയയാണ്. അപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ബോട്ടിലിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു നിപ്പിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ചരിവിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര ശ്രദ്ധിച്ച് കഴുകിയാലും എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അഴുക്കിരിക്കും. ആ അഴുക്കെന്ന് പറയുന്നത് പാലായതുകൊണ്ട് ബാക്ടീരിയ പെരുകാനായിട്ടും നല്ല ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു മീഡിയം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം അല്ലെങ്കിൽ ഛർദി അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മൾ ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും മിക്ക അമ്മമാരും ഫോർമുല ഫീഡായിരിക്കും ചെയ്യുന്നത് അല്ലേ? അതല്ലെങ്കിൽ വർക്കിംഗ് മദേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വല്ല ബ്രസ്റ്റ് പമ്പോ വല്ലതൊക്കെ ഉപയോഗിച്ച് മുലപ്പാൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഇത് രണ്ടാണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞിട്ട്, നമ്മൾ സ്റ്റോറൊക്കെ ചെയ്ത ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ബ്രസ്റ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓൾവേസ് സേഫാണ്. അത് മാത്രമല്ല, ബ്രസ്റ്റ് മിൽക്കിന് മറ്റ് ഏത് ഫോർമുല മിൽക്കിനേക്കാളും കമ്പാരിറ്റീവ്ലി കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ? ബ്രസ്റ്റ് മിൽക്കിൽ വരുന്നത് പാല് മാത്രമല്ല, കുഞ്ഞിന് രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള, കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. ഇതൊന്നും കുഞ്ഞ് കണ്ടിന്യൂ ആയിട്ട് ബോട്ടിൽ ഫീഡിൽ ഡിപ്പെൻഡൻ്റായി ലേസിയായി ബോട്ടിൽ ഫീഡ് മാത്രം പ്രിഫർ ചെയ്യുന്നൊരു കുഞ്ഞിന് ഇതൊന്നും അവസാനം കിട്ടാണ്ട് വരും. നിങ്ങൾക്ക് ഒട്ടും പാല് വരുന്നില്ല, തീരെ നിങ്ങൾക്ക് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോർ നിപ്പിളോ റിട്രാക്റ്റഡ് നിപ്പിളോ ഫ്ലാറ്റ് നിപ്പിളോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് അതിനെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റെമഡി പറഞ്ഞു തരും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് തരും. ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾ കുഞ്ഞിന് ഫോർമുല ഫീഡിലോട്ട് പോവുക. പക്ഷേ കുഞ്ഞിന് ഫോർമുല ഫീഡ് ചെയ്യുമ്പോഴേ എപ്പോഴും ഫോർമുല ഫീഡ് ചെയ്യുന്നവർ ബോട്ടിലിൽ തന്നെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പലാടെ എന്ന് പറഞ്ഞിട്ട് സ്പൂണ് പോലെ ഇരിക്കുന്ന ചെറിയ ഒരു സാധനമുണ്ട്. അത് അതിൻ്റെ ഫോട്ടോ ഞാൻ എവിടെയെങ്കിലും ഇട്ടേക്കാം. അത് നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ പുറത്ത് കടകളിലോ ഒക്കെ മേടിക്കാൻ കിട്ടും. എപ്പോഴും പലാട ഫീഡ് ചെയ്യുന്നതാണ് സേഫ്. പലാട ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, പലാടയിൽ ഇൻഫെക്ഷനും ഇരിക്കത്തില്ല, കുഞ്ഞിന് കുറച്ചും കൂടി സേഫുമാണ് പലാട യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി പലാട ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാ സ്പൂണ് കൊണ്ടായാലും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്താൽ മതി. അല്ലാണ്ട് ബോട്ടിലിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കരുത്. ഇനി അതല്ല, നിങ്ങൾക്ക് പുറത്തൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ വരുന്നു,
നിങ്ങൾക്ക് പുറത്ത് ഫീഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല, പുറത്തൊക്കെ പലാട വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങൾ ബോട്ടിൽ ഫീഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.